അറിയപ്പെടുന്ന പീക്ക് മണിക്കൂറുകളിൽ വൈദ്യുതി ലഭ്യമാക്കുന്ന KSEB സംവിധാനം BESS ബാറ്ററി എനർജി സ്റ്റോറേജ്. ആദ്യ ഹൈബ്രിഡ് സൗരോർജ പാർക്ക് സ്ഥാപിക്കുന്നത് എവിടെ? ചേമേനി, കാസർഗോഡ്. NSG നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ. NSGയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ B. ശ്രീനിവാസൻ. മനുഷ്യനെ ബഹിരാകാശത്ത് നടത്തിക്കാനുള്ള ആദ്യ സ്വകാര്യ ദൗത്യം പൊളാരിസ്. കെന്നഡി വിക്ഷേപണ കേന്ദ്രം എവിടെ? ഫ്ലോറിഡ. കേരളത്തിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട കമ്മിറ്റി ജസ്റ്റിസ് D. ഗിരിജകൻ. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ കൂടുതൽ ഗോളുകൾക്ക് ഉടമയായ കളിക്കാരൻ ക്രിസ്ത്യാനോ റൊണാൾഡോ, CR7 എന്ന പേരിൽ അറിയപ്പെടുന്നു. FM റേഡിയോ സ്വകാര്യ സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ അനുമതി ലഭിച്ച കേരളത്തിലെ 2 ജില്ലകൾ കാസർഗോഡ്, പാലക്കാട്. ദേശീയ കായിക ദിനം ആഗസ്റ്റ് 29. ഇപ്പോഴത്തെ ഇന്ത്യൻ റെയിൽവേ ബോർഡ് ചെയർമാൻ സതീഷ് കുമാർ. ഏഴിമല നാവിക അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ പ്രവീൺ നായർ. കേരള മാരാർ ക്ഷേമസഭയുടെ വാദിമിത്ര പുരസ്കാരം ലഭിച്ചത് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. കേരള സംഗീത നാടക അക്കാദമി അധ്യക്ഷനാണ് അദ്ദേഹം. 133ാമത് ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ടീം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. 2024 ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് ആർക്ക്? നോഹ സദോയ്. ഇദ്ദേഹം കഴിഞ്ഞ വർഷം ഗോവ FC താരമാണ്. ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്നു. നോഹ സദോയ്. ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ മികച്ച താരം MS ജിതിൻ. കേരള കാളിദാസൻ, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ലോക ഫിസിയോതെറാപ്പി ദിനം സെപ്റ്റംബർ 8. തിരുവിതാംകൂറിൽ മരണത്തിന് കാരണമായ ആദ്യ വാഹന അപകടം നടന്ന് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടതാര്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. 2024 മലപ്പുറം FCയുടെ ഓഹരി സ്വന്തമാക്കിയ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. 2024 കാലിക്കറ്റ് FC ബ്രാൻഡ് അംബാസിഡർ ബേസിൽ തമ്പി. ഇന്റർനാഷണൽ എക്വസ്ട്രിയൻ ഫെഡറേഷൻ സംഘടിപ്പിച്ച കുതിരയോട്ടം സീനിയർ വിഭാഗം മത്സരം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരമായത് നിത അഞ്ചും ചേലാട്ട്, മലപ്പുറംകാരി. കേരള ക്രിക്കറ്റ് ലീഗിൽ ആദ്യ ഹാട്രിക് നേടിയ താരം അഖിൽ ദേവ്. ഓസ്ട്രേലിയൻ പ്രാദേശിക സർക്കാരിൽ മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ജിൻസൺ ആൻഡോ ചാസൺ. ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും കാണപ്പെടുന്ന ചെന്നായ ഇന്ത്യൻ ഗ്രേ വൂൾഫ്. ഹിമാലയ മേഖലയിൽ കാണപ്പെടുന്ന ചെന്നായ ടിബറ്റൻ ചെന്നായ. INS മാൽപേ, മുൽക്കി അന്തർവാഹിനി കപ്പലുകൾ നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ചത് കൊച്ചി കപ്പൽശാല. KSEB സമയത്തിനനുസരിച്ച് വൈദ്യുതി നിരക്കിൽ വർധന നടപ്പാക്കുന്നതിന് ഉപയോഗിക്കുന്ന മീറ്റർ TOD, ടൈം ഓഫ് ഡേ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിനിമ. 2024 ഓഗസ്റ്റ് 27 X നിരോധിച്ച തെക്കേ അമേരിക്കൻ രാജ്യം ബ്രസീൽ. വാടക വീട് വിട പറയും മുൻപേ
ശാലിനി എൻ്റെ കൂട്ടുകാരി എന്നീ സിനിമകളുടെ സംവിധായകൻ ആര്? മോഹൻ. ആപ്പിളിൻ്റെ പുതിയ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി നിയമിതനായ ഇന്ത്യൻ വംശജൻ കേവൻ പരേഖ്. എർലിംഗ് ഹാലണ്ട് ഏത് രാജ്യക്കാരനാണ്? സംസ്ഥാനത്ത് വൈദ്യുതി ഗുരുകുല സമ്പ്രദായത്തിൽ തുടങ്ങിയ കനിവ് ബദൽ വിദ്യാഭ്യാസ സ്ഥാപകൻ KJ ബേബി. നാളികേര ഉൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം കർണാടക. 2024 PV സ്വാമി പുരസ്കാരം നേടിയത് ഗോകുലം ഗോപാലൻ. നോർവേയിൽ ചത്ത നിലയിൽ കാണപ്പെട്ട റഷ്യൻ ചാരത്തിമിംഗലത്തിൻ്റെ പേര് ഹവാൽ ദിമീർ. നോർവീജിയൻ ഭാഷയിൽ തിമിംഗലത്തിന് പറയുന്ന പേര് ഹവാൽ. രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ വണ്ടി രൂപകൽപ്പന നൽകി നിർമ്മിച്ച കമ്പനി ബെമൽ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കെട്ടിടം ബുർജ് അസീസി ദുബായിലാണ്, 725 മീറ്റർ. ജോർജ് കുര്യൻ രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം മധ്യപ്രദേശ്. ആദ്യമായി ബ്രൂണൈ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബന്ദർ സരി ഭഗവാൻ ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്? ബ്രൂണൈ. തെക്കൻ ചൈനാക്കടലിനടുത്തുള്ള രാജ്യം ബ്രൂണൈ. സ്കൂൾ ഗ്രൗണ്ടിലെ ഫുട്ബോളിലായാലും ലോകകപ്പിലായാലും മൊറോക്കക്കാർ ആവേശപൂർവം പറയുന്ന വാക്ക് സീർ. 2024 കേരള സ്പോർട്സ് പേഴ്സൺസ് അസോസിയേഷൻ കെസ്പ ഏർപ്പെടുത്തിയ VP സത്യൻ പുരസ്കാരം ലഭിച്ചത് ആൻസി സോജൻ. ചേംബ്ര പീക്ക് എവിടെയാണ്? വയനാട്. വയനാട് ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ മല ചേംബ്ര പീക്ക്. 2024 പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിച്ച അമേരിക്കൻ വനിതാ ഇതിഹാസ താരം അലക്സ് മോർഗൻ. റെയിൽപാതയിൽ തീവണ്ടികളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്ന സിസ്റ്റം കവച്. 2024 സംസ്ഥാന ഭിന്നശേഷി കലാമേള നടന്നത് എവിടെ? കാഞ്ഞങ്ങാട് അമ്പലത്തറ. 2024 നിർമ്മിത ബുദ്ധി AI രംഗത്ത് ഏറ്റവും സ്വാധീനം ചെലുത്തിയ 100 പേരുടെ ടൈം മാഗസിൻ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാർ അശ്വിനി വൈഷ്ണവ് കേന്ദ്രമന്ത്രി, അനിൽ കപൂർ ബോളിവുഡ് നടൻ. കൃഷി വകുപ്പിൻ്റെ ആപ്പ് കതിർ. നാഗാലാൻഡിൽ നിന്നുള്ള ആദ്യ പാരാലിമ്പിക്സ് ജേതാവ് ഹൊക്കാട്ടോ ഹൊട്ടോസെ സമ. 2024 ക്ലൈമറ്റ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഗോകുലം കേരള FC. 2024 കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് NV കൃഷ്ണ വാര്യർ പുരസ്കാരം ലഭിച്ചതാർക്ക്? PN ഗോപികൃഷ്ണൻ.